ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എങ്ങനെ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആവുക? മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കണമെന്നും നല്ല രീതിയിൽ പരിഗണിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം പേര്. അട്രാക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള വ്യക്തികളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അട്രാക്ഷനെ 2 തലത്തിലാണ് ബേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ അപ്പിയറൻസ് വെച്ചിട്ടുള്ള അട്രാക്ഷനാണ്. അതായത് നമ്മൾ കാണാൻ എങ്ങനെയാണ്, കറുപ്പാണോ വെള്ളയാണോ, അതുമല്ലെങ്കിൽ നമ്മുടെ മുടി, നമുക്ക് താടിയുണ്ടോ മീശയുണ്ടോ, അതുമല്ലെങ്കിൽ കണ്ണെങ്ങനെ, മൂക്കെങ്ങനെ, നമ്മുടെ ഫിസിക്ക് എങ്ങനെ, നമ്മുടെ ബോഡി എങ്ങനെ, അതുപോലെ തടിയുണ്ടോ, മെലിഞ്ഞിട്ടാണോ, ഹൈറ്റ് ഉണ്ടോ, ഇത്തരത്തിൽ ഓവറോൾ നമ്മുടെ അപ്പിയറൻസ് വെച്ചിട്ടാണ് ഫസ്റ്റ് അട്രാക്ഷൻ ഒരാളിൽ ജഡ്ജ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഇതിൽ തന്നെ ഫെയിമും വരുന്നുണ്ട്. അതായത് ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണോ, ആക്ടറാണോ, അതുമല്ലെങ്കിൽ യൂട്യൂബറാണോ, അത്തരത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഫെയിമുള്ള ഒരു വ്യക്തിയാണോ എന്നും കൂടി ഈ അപ്പിയറൻസ് വെച്ചിട്ടുള്ള അട്രാക്ഷനിൽ ജഡ്ജ് ചെയ്യപ്പെടും. ഈ ഫെയിം കൂടാതെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം തന്നെ ആദ്യമായിട്ട് ഒരാൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളിൽ അട്രാക്റ്റഡ് ആയി തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ അട്രാക്ഷൻ്റെ തലമാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള കോൺഫിഡൻസ്, അതുപോലെ സോഷ്യലി ഉള്ള നമ്മുടെ നെറ്റ്വർക്കിംഗ്, ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ പരിചയം, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, അതുപോലെ നമ്മുടെ വാല്യൂ, ഹൈ വാല്യൂ ആണോ ലോ വാല്യൂ ആണോ, അത്തരം കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ അട്രാക്ഷൻ്റെ തലത്തിലാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളെ അടുത്തറിയുന്ന ആളുകൾക്ക് മാത്രമാണ് രണ്ടാമത്തെ അട്രാക്ഷൻ ശരിക്കും ഒരു ബേസായിട്ട് വരുന്നത്. ആദ്യമായിട്ട് ഒരാൾ നമ്മളെ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ, അതോ നമ്മൾ സോഷ്യലി ഇങ്ങനെ ഒരാളാണോ, നമ്മൾ വാല്യൂ ഉള്ള പേഴ്സൺ ആണോ, ഇതൊന്നും നോക്കത്തില്ല. ഫസ്റ്റ് ആളുകൾ നമ്മളെ നോക്കുന്നത് നമ്മുടെ അപ്പിയറൻസ് വെച്ച് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ലുക്സും അപ്പിയറൻസും ഒക്കെ വെച്ച് തന്നെയാണ്, അല്ലെ അതൊക്കെ നോക്കി തന്നെയാണ് ഒരാൾ ആദ്യമായി മറ്റൊരാളിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. ആ വ്യക്തി ഈ അട്രാക്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഇന്നർ സർക്കിളിൽ എത്തിയതിനു ശേഷമാണ് അയാൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ, അയാൾ ഒരു ഹൈ വാല്യൂ പേഴ്സൺ ആണോ, ഇതൊക്കെ അവർ നോക്കുന്നത്. അപ്പോൾ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആവാൻ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടമാനം നിങ്ങൾ ക്രീമൊക്കെ വാരിത്തേച്ച് വെളുക്കാനോ ഒന്നും തന്നെയല്ല, മറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യുക. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സ്കിന്ന്, അതുപോലെ നിങ്ങളുടെ ഹെയർ, ഓവറോൾ നിങ്ങളുടെ ലുക്സിന് നിങ്ങൾ കാര്യമായ രീതിയിൽ ഒരു കെയർ കൊടുക്കുക. നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക ബോഡി, അതുപോലെ നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നല്ല രീതിയിൽ സ്കിൻ കെയർ റൂട്ടീന് ചെയ്യുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. കുറഞ്ഞത് 2 നേരമെങ്കിലും കുളിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫേസ് ഷേപ്പിന് ചേർന്ന പ്രോപ്പറായിട്ടുള്ള ഹെയർ സ്റ്റൈല്, ബിയർഡ് സ്റ്റൈല്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ യൂസ് ചെയ്യുക, അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. ഇങ്ങനെ കെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുകയാണ്. നിങ്ങൾക്കൊരു വാല്യൂ കൊടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളൊരു അട്രാക്റ്റീവായി തോന്നുകയുള്ളൂ. ഇത്തരത്തിൽ പുതിയതായി പരിചയപ്പെടുന്ന ആളുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷനിലൂടെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.